മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. അണക്കെട്ടിന്റെ നിയന്ത്രണം നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ ഏൽപ്പിക്കണമെന്നാണ് തന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തന്റെ ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചത് തകർച്ചയിലായ അണക്കെട്ടിനെ NDSAയെ ഏൽപ്പിക്കാൻ കഴിയില്ലെന്നതാണ്. അതിനാൽ തന്നെ എം പി എന്ന നിലയിൽ പരമോന്നത നീതിപീഠത്തെ വീണ്ടും സമീപിക്കുക മാത്രമാണ് ഏക പോംവഴിയെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്ക് ഈ പ്രശ്നം കൊണ്ടുവരണം എന്നുള്ളതാണ് പരമോന്നത സുപ്രീം കോടതിയുടെ 2022 ഏപ്രിൽ മാസം 8-ാം തീയതിയിലെ ഉത്തരവ്. ആ ഉത്തരവ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഡാമിൻ്റെ പ്രശ്നം നിൽക്കുന്നത്. എന്നാൽ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും കേരളത്തിന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. അതിന് അടിസ്ഥാനവും ആ പരാതി പരിഹരിക്കണമെങ്കിൽ ഒരു പരിധിവരെ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള NDSA നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം വരിക എന്നുള്ളത് ഒരാശ്വാസമായിട്ടാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ എനിക്ക് ലഭിച്ച ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ ഡിസ്പ്യൂട്ടഡായിട്ടുള്ള ഡാമുകളെ സംബന്ധിച്ചിടത്തോളം NDSA അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പ്രത്യേകമായി പരാമർശിച്ചു. പക്ഷേ നമ്മൾ സുപ്രീം കോടതി 2022 ഏപ്രിൽ 28-ാം തീയതി പുറത്തു വന്നത് പാലിക്കപ്പെടാൻ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി MP എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ദിവസം കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള അഫിഡവിറ്റ് സമർപ്പിക്കുന്നതായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക.